ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അമ്മമാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ചിൻ്റെ കൂടെ സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചീനച്ചട്ടി അങ്ങനെ ഇവിടെ ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇടാം. കടുക് പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ നല്ല ജീരകവും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കായം ചേർക്കാം. ഞാനിവിടെ കട്ടയാണ് ഉപയോഗിക്കുന്നത്. പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മതിയാകും. ഇനി അതുപോലെ തന്നെ നമുക്ക് വറ്റൽമുളക് ചേർക്കാം. വറ്റൽമുളക് ഞാൻ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്, നടുവേ കീറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു പ്രത്യേക സ്മെല്ലൊക്കെ വരും. വഴണ്ട് വരുമ്പോഴേക്കും അതിലോട്ടേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഈ സമയത്ത് നമുക്ക് ചേർക്കാം. വെണ്ടയ്ക്ക എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അങ്ങനെ ഇവിടെ വെണ്ടയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. അതിലോട്ടേക്ക് നമുക്ക് ഒരു തക്കാളി ഞാൻ ചേർക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ കൊത്തി എരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയാണ് ചേർത്തത്. ഈ സമയത്ത് നമുക്ക് ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ചേർക്കാം. ഞാൻ ചതച്ച് വെച്ചിരിക്കുന്നതാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുമ്പോഴേ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ഇവിടെ എല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്, തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ബൗളിൽ കുറച്ച് തൈര് എടുക്കാം. അപ്പോൾ തൈര് നമ്മൾ ചേർക്കുമ്പോൾ പുളി കുറവുള്ള തൈര് വേണം നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി. പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വേറൊരു ടേസ്റ്റിലോട്ടായി പോവും. പുളി കുറവുള്ള തൈര് വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഇനി കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കട്ടകളൊക്കെ ഈ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ വിസ്ക് കൊണ്ടോ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയും കൂടി വേണമെന്നുണ്ടെങ്കിൽ കറിക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. നമ്മളിവിടെ വെള്ളം ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു സവാള, ഞാൻ മീഡിയം സൈസ് സവാള കൊത്തിയരിഞ്ഞത് ഞാൻ ഇതിനകത്തോട്ടേക്ക് തൈരിലോട്ടേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ നമ്മൾ ഒന്ന് ഇളക്കി അങ്ങൊന്ന് യോജിപ്പിച്ച് എടുക്കുക. അതിനുശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക നമുക്ക് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ടേക്ക് ചൂടോടുകൂടി തന്നെ നമ്മൾ ചേർക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് എല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ ഒന്ന് പാകമാണോ എന്ന് ഒന്ന് നോക്കേണ്ടതുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയല്ലേ. വെണ്ടയ്ക്ക തൈര് കറി നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. അപ്പോൾ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റോ കുക്കുംബറോ ഈ സമയത്ത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.